നമുക്കറിയാം ചില ആളുകൾ ലൈഫിനെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി കളയും. അത് ചിലപ്പോൾ അവർ പോലും അറിയുന്നുണ്ടാവില്ല. അവരുടെ ചെറിയൊരു ബിഹേവിയറൽ ചേഞ്ച് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ടാവാം. അത് ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളറിയാതെ ചെയ്യുന്നതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഞാൻ എന്നിൽ കണ്ടതോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടും കണ്ടതോ ആയിട്ടുള്ള ചില ആറ്റിറ്റ്യൂഡുകൾ അതെങ്ങനെയാണ് പതുക്കെ പതുക്കെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ സമാധാനം കളയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി ബോണ്ട് അത് ഇല്ലാതാക്കുന്നത് എന്നുള്ളതിനുള്ള ചില ആറ്റിറ്റ്യൂഡുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ അത് മാറ്റിയാൽ ബോണ്ട് ആ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആവുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് പറയാം, അത് നിങ്ങളിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ ക്ലോസ് സർക്കിളിൽ അതിലൂടെ ഉണ്ടോ എന്ന് നോക്കി അത് ഒന്ന് തിരുത്താൻ നോക്കിയാൽ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ആറ്റിറ്റ്യൂഡുകൾ പരിചയപ്പെടാം. ഒന്നാമത് ഞാൻ കണ്ട ആറ്റിറ്റ്യൂഡ് കൺട്രോളറാണ്. കൺട്രോളർ എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ചുറ്റുപാടുകളിൽ കണ്ടിട്ടുണ്ടാവാം. ഈ ടൈപ്പ് ആറ്റിറ്റ്യൂഡിലുള്ള ആൾക്കാർ അവരെങ്ങനെയാണോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതേപോലെ ജീവിതം മുമ്പോട്ട് പോകണം. അതായത് അവർ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ അവരുടെ ചുറ്റുമുള്ളവർ അവരുടെ ക്ലോസ് സർക്കിളിലുള്ളവരും പോകണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അതായത് ഇപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞ കാര്യം നീ എന്താ കേൾക്കാത്തത്, ഞാനൊരു അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നില്ല അതുപോലെ എന്താ നീ ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്താ നീ എന്താ ഞാൻ വിളിക്കുമ്പോൾ വരാത്തത്, അങ്ങനെ നോക്കുന്ന അങ്ങനെ പോകുന്ന കുറേ ആൾക്കാർ. അവരെങ്ങനെയാന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് നമ്മളെ കെയർ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രതീതി ചുറ്റും സ്പ്രെഡ് ചെയ്യും. ചിലപ്പോൾ നമ്മളിലേക്ക് തന്നെ സ്പ്രെഡ് ചെയ്യും അങ്ങനെയുള്ള വ്യക്തികൾ. പക്ഷെ അവർ കെയർ ചെയ്യുന്നുണ്ടാവാം ചിലപ്പം. പക്ഷെ നമുക്ക് നമ്മുടേതായ സ്പേസ് തരില്ല. പകരം അവർ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണമെന്ന് അവർ വാശി പിടിക്കും. എന്താ പറയുക, ഇപ്പം നമ്മൾ അവരോടൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈഗോ വർക്കായി തുടങ്ങും. അതായത് നമുക്ക് അവരുടെ താളത്തിനനുസരിച്ച് പോവുക. അവരുടെ താളത്തിനനുസരിച്ച് പോയില്ലെങ്കിൽ പതുക്കെ പതുക്കെ അവർ ആ റിലേഷൻ കട്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാരോട് ഒരു നോ പറഞ്ഞു നോക്കുക. അങ്ങനെ ആയാൽ പിന്നെ അവർ നമ്മുടെ റിലേഷൻ പതുക്കെ പതുക്കെ കട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് നമ്മുടേതായ കംഫർട്ട് സോൺ ഉണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ടൈം ഉണ്ട്, നമ്മുടെ ടൈമിന് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കാത്തവരായിരിക്കും. അതിപ്പോൾ നിങ്ങളാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമുക്ക് നമ്മുടേതായ ഫ്രീ സ്പേസ് വേണം. അതായത് അവരുടെ ബൗണ്ടറീസ് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് അവരുടേതായ കംഫർട്ട് സോൺ ഉണ്ട്, അല്ലെങ്കിൽ അവരെ നമ്മളുടെ ടൈമിനനുസരിച്ച് സെറ്റ് ചെയ്യരുതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ഈ കൺട്രോളർ ആറ്റിറ്റ്യൂഡിലുള്ള ആൾക്കാർ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യും. അവരുടെ താളത്തിനനുസരിച്ച് നമ്മൾ പോയില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മെല്ലെ മെല്ലെ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ബ്രേക്ക് ആവും. ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഒരു ഫ്രണ്ട് ഫിലിം കാണാൻ വിളിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പോയില്ലെങ്കിൽ അവർ ദേഷ്യപ്പെടുമോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ പോകും. അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഡിസ്റ്റൻസിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനിയിപ്പം നിങ്ങളിലാണ് അങ്ങനെയുള്ള ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുന്നതും മറ്റൊരാളുടെ ടൈമിന് വാല്യൂ കൊടുത്ത് അവരുടെ ബൗണ്ടറി മനസ്സിലാക്കി അവരുടെ കംഫർട്ട് സോൺ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ റിയൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ബൗണ്ടറീസ് മനസ്സിലാക്കി അത് റെസ്പെക്ട് ചെയ്ത് മുമ്പോട്ട് പോകാന്നുള്ളതാണ്. അടുത്ത ആറ്റിറ്റ്യൂഡാണ് പ്രെറ്റൻഡർ. അതായത് ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ചിരിച്ച് അപ്പുറം പോയി കുറ്റം പറയുന്ന ആൾക്കാരെയല്ല ഞാൻ പറയുന്നത്. പകരം നമ്മുടെ മുന്നിൽ ഒരുപാട് ഇങ്ങനെ ഷുഗർ കോട്ടഡ് വേർഡ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ. അതായത് എനിക്കറിയുന്ന തന്നെ കുറേ ആൾക്കാർ ഞാൻ പറയാം. അതായത് നമ്മളെ മുന്നിൽ വന്ന് നമ്മളെ ഇങ്ങനെ പുകഴ്ത്തുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നല്ല എന്താ പറയുക ഷുഗർ കോട്ടഡ് വേർഡ്സ് ഇങ്ങനെ പറയുക. പക്ഷെ അകത്ത് ഫുൾ ബ്ലാങ്ക് ആയിരിക്കും അവരുടെ. ചിലപ്പോൾ നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ളവരായിരിക്കും. അവർ എന്താ പറയുക, അവർ ചിലപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞായിരിക്കും ചിലപ്പോൾ. പക്ഷെ അവിടെ ഒരു സത്യസന്ധതയും ഇല്ലാതെ ഇങ്ങനെ ഡിപ്ലോമസി കാണിച്ചാൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാലങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ വാക്കുകളും പ്രവൃത്തികളും നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവർ വായുകൊണ്ട് മാത്രമേ പറയുന്നത് മാത്രമാണെന്ന്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് അവിടെ കട്ട് ചെയ്യും.
അത് കട്ടാവും. ചിലപ്പോൾ സത്യസന്ധമായിട്ടുള്ളവരാണെങ്കിൽ അവർക്കിത് മനസ്സിലാവുന്ന കൂടി ഉണ്ടാവില്ല. ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാർ വെറുതെ ആക്കുന്നതാണ് എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ പറയുന്നതാണെന്ന് സത്യസന്ധമായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് അധിക കാലമൊന്നും അങ്ങോട്ട് പോവില്ല. ഇതിപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ചിലപ്പോൾ ഓഫീസ് അല്ലെങ്കിൽ ഓഫീസിലുള്ള കൊളീഗ്സ് ആണ് അങ്ങനെ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഉള്ള ഒരാളാണ് അങ്ങനെ പറയുന്നതെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പം നമ്മളത് കേൾക്കും. അത് കേട്ട് ഓക്കെ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ വിടുക. ഇനി ഇൻ കേസ് നിങ്ങളിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തന്നെയാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതെങ്കിൽ ഒരു സോഷ്യലായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മൾ അല്പം പ്രറ്റൻഡർ ആവണം. കാരണം കുറച്ച് ഡിപ്ലോമാറ്റിക്കായി സംസാരിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അത് അത്യാവശ്യമായിട്ട് വേണ്ട ക്വാളിറ്റിയാണത്. പക്ഷേ നമ്മുടെ ക്ലോസ് സർക്കിളിലായിട്ട് വരുമ്പോൾ ഈ ഡിപ്ലോമാറ്റിക്കായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ വാക്കുകളും പ്രവൃത്തിയും മാറ്റം വരും. പിന്നെ ആ റിലേഷൻഷിപ്പിൽ ഹോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കില്ല. അത് കട്ട് ചെയ്യോടെ, അത് പതുക്കെ അത് കട്ടായി പോവും. ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാം. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് മൊത്തം ഇവിടെ വന്നിരുന്നു. ഞാൻ ഫുഡ് വിളമ്പി കൊടുത്തു അവർക്ക്. ഞാൻ സദ്യയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് റിയൽ എക്സാമ്പിൾ അല്ല കേട്ടോ. ഞാനിവിടെ സദ്യ ഉണ്ടാക്കി കൊടുത്തു. സദ്യ ഉണ്ടാക്കി കൊടുത്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നന്നായിട്ടുണ്ട്, അച്ചാർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. എക്സാമ്പിൾ ഇപ്പോൾ ഗാർലിക് പിക്കിൾ ഉണ്ടാക്കി ഞാൻ, അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത വ്യക്തി പറയാണ് എന്ത് ടേസ്റ്റായതെന്ന്, ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം, ഞാൻ എൻ്റെ കൺമുന്നിൽ വെച്ച് കണ്ടതാണ്. ആ വ്യക്തി ആ അച്ചാർ തൊട്ടുപോലും നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് വായുകൊണ്ട് വെറുതെ പറഞ്ഞതാണല്ലോ. ഞാൻ അപ്പം അത് ഇഗ്നോർ ചെയ്തു, കുഴപ്പമില്ല എന്ന് വിചാരിച്ച്. ഇനി നേരെ മറിച്ച് വേറൊരു സിറ്റുവേഷനിലെത്തി. ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ പോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ പറയാണ് ഇവളുണ്ടാക്കിയ അച്ചാറുണ്ടല്ലോ അത് സൂപ്പറായിരുന്നു എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇവളെന്തിനാ ഇവിടെയും വന്ന് പറഞ്ഞു ഇത്, ഈ അച്ചാർ തന്നെ ഇവിടെ ടേസ്റ്റ് നോക്കിയിട്ടില്ലല്ലോ, മറ്റവർ പറയുന്ന കേട്ട് പറഞ്ഞതല്ലേ എന്ന്. പക്ഷെ നേരെ മറിച്ച് അതിനുശേഷം ഇവിടെ ഒരു എന്താ പറയുക ഒരു ഓണം സെലിബ്രേഷൻ വന്നു. അപ്പോൾ ഇവള് പറയാണ് ഇവിടെ നന്നായിട്ട് അച്ചാറുണ്ടാക്കും, ഭയങ്കര ടേസ്റ്റാണത്, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ തലയിലോട്ട് വീണു. അന്ന് ഒരു പോട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അച്ചാറാക്കേണ്ട ഡ്യൂട്ടി എൻ്റെ തലയിലോട്ട് വീണു. ഓക്കെ, അപ്പോൾ എനിക്ക് നല്ല പണി കിട്ടി. ഇതാണ് ആ വ്യക്തി അതുകൊണ്ട് ഉദ്ദേശിച്ചത്, എൻ്റെ തലയിലോട്ടൊരു പണി തന്നു. നേരെ മറിച്ച് ആ വ്യക്തി ഇത് ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ല. അല്ല, ഇത് റിയൽ സംഭവമല്ല ഞാൻ പറയുന്നത്. ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ ലൈഫിലും ഉണ്ടാവാം. നമ്മുടെ വെറുതെ ഇങ്ങനെ നല്ല മധുരമുള്ള വാക്കുകൾ പറഞ്ഞ് നമ്മളെ സുഖിപ്പിക്കുന്ന ആൾക്കാർ, സത്യം പറഞ്ഞാൽ അവരുടെ അകത്ത് ഇതിനെക്കുറിച്ച് ഒരു മിനിറ്റ് പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാവാത്ത കാര്യങ്ങളായിരിക്കും അവരുടെ വായിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അത് മാറ്റുക. കാരണം നമ്മൾ എത്രമാത്രം സത്യസന്ധമാണെന്നോ അത്രത്തോളം നമ്മളെ ആൾക്കാർ റെസ്പെക്റ്റ് ചെയ്യും. അല്ലാതെ നമ്മൾ ഫേക്കായി സംസാരിച്ച് തുടങ്ങിയാൽ ഒരു എക്സ്റ്റെൻഡിൽ എത്തുന്ന സമയത്ത് എന്തായാലും ആൾക്കാരെ തിരിച്ചറിയും. അല്ലെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും പുറത്തുള്ള ഒരാളോട് അവർ വായി മാത്രമേ ഉള്ളൂ എന്ന് അവർ പറയും. അപ്പോൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് മാറ്റാൻ നോക്കുക. അടുത്ത ആറ്റിറ്റ്യൂഡാണ് ഓവർ തിങ്കർ. അതായത് ഒരുപാട് ചിന്തിക്കും, കാട് കയറി ചിന്തിക്കുന്ന പറയില്ലേ, അതുപോലെ ചിന്തിക്കുന്ന ആൾക്കാർ. ചിലപ്പോൾ ഇവിടെ കോമൺ ആയിട്ടൊരു കാര്യം പറയുന്നതായിരിക്കും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ. പക്ഷേ ഈ വ്യക്തി വിചാരിക്കും ഓക്കെ അതെന്നെക്കുറിച്ചാണ് പറഞ്ഞത്, അതെന്താ അങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ കാട് കയറി ചിന്തിച്ച് പോകുന്ന ടൈപ്പ് ആൾക്കാർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കിപ്പോൾ ചായ വേണമെന്ന് വെച്ചാൽ ചായ വേണ്ട എന്ന് പറയും. പക്ഷേ ചായ വേണ്ട എന്ന് പറയുമ്പോൾ അവർ ഈ ഓവർ തിങ്കർ ആയിട്ടുള്ള വ്യക്തി വിചാരിക്കും അതെന്താ ഇപ്പോൾ ചായ വേണ്ട എന്ന് പറഞ്ഞത്, ഇനി എന്താ ചായ കുടിച്ചത്, ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് നിന്നായത് കൊണ്ടാണോ ചായ വേണ്ട എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കാട് കയറി ചിന്തിച്ച് പിന്നെ അതിങ്ങനെ മനസ്സിലിട്ടിങ്ങനെ ഇളക്കി വെക്കും. പിന്നീട് വേറൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതും ഇങ്ങനെ മനസ്സിലേക്ക് കയറ്റും. ഇത് ലാസ്റ്റ് ഇതൊന്ന് എക്സ്പ്ലോഡ് ആവും ലാസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ ബാക്കിയുള്ളവർ കൂടി അങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറയുമ്പോഴും നമ്മളെക്കുറിച്ചല്ല പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിൽ നിന്ന് നെഗറ്റീവായിട്ട് മാത്രം കാണാതെ അതിലൊരു പോസിറ്റീവ് ഉണ്ടോ എന്ന് കൂടി ചിന്തിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. എന്നെ ഇപ്പോൾ ബർത്ത്ഡേക്ക് ഒരാൾ വിഷ് ചെയ്തിട്ടെങ്കിൽ ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല അവരെന്താ എന്നെ വിഷ് ചെയ്യാത്തതെന്ന്. കാരണം ഞാൻ തന്നെ എൻ്റെ ബർത്ത്ഡേക്ക് അധികം പ്രയോറിറ്റി കൊടുക്കാറില്ല. മറ്റൊരാൾ എന്നെ വിഷ് ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കാറില്ല ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം
എല്ലാവരും അവരുടേതായ ലൈഫിൽ ബിസി ആയിരിക്കും. അപ്പോൾ ഓക്കെ, എൻ്റെ ബർത്ത്ഡേ ഓർമ്മിച്ച് വെക്കണം, അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ വിഷ് ചെയ്യണം, ഇങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്യാമെന്ന് വെച്ചാൽ അത് മണ്ടത്തരാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് വിഷ് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ ഇങ്ങനെ ഈ ചിരിച്ച് വിഷ് ചെയ്യുന്നതിനോട് ഞാൻ പൊതുവെ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. അതുപോലെ തന്നെ എന്നെ വിഷ് ചെയ്തിട്ടെങ്കിൽ ഞാൻ വിചാരിക്കും അവർക്ക് അവരുടേതായ ടൈമുണ്ട്, അപ്പോൾ അവർക്ക് അതിനിടയിൽ എനിക്ക് മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ അവരുടേതായ കാര്യത്തിൽ ബിസി ആയിരിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം, ഞാൻ അങ്ങനെ വിചാരിക്കും. നമ്മൾ ഈ ഓവർ തിങ്കർ ആണെങ്കിൽ ഇതൊന്നും മൈൻഡിലേക്ക് എടുക്കരുത്. അതിനുവേണ്ടി കളയാൻ നമ്മുടെ കയ്യിൽ ടൈം ഇല്ല എന്നുകൂടി നമ്മൾ സ്വയം ആലോചിക്കുക. അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ബ്ലെയിമർ. ബ്ലെയിമർ എന്ന് വെച്ചാൽ എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാർ, എല്ലാറ്റിലും മറ്റുള്ളവരിൽ കുറ്റം പഴിചാരുന്നവർ, അങ്ങനെയല്ലേ പറയാം. അതായത് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് മറ്റുള്ളവരുടെ തലയിലോട്ട് കയറ്റി വെക്കുക. ഞാനിതിൽ പെർഫെക്റ്റാണ്, ബാക്കിയുള്ളവരാണ് ഇതിന് റീസൺ എന്ന് പറയുക. ഇത് ഞാൻ കണ്ടതിൽ വെച്ച് പല ആൾക്കാരും അത് മനസ്സിലാക്കുന്നില്ല. അതായത് ഇപ്പം ഞാൻ ചെയ്യുന്ന തെറ്റുകൾ എനിക്ക് മനസ്സിലാവണമെന്നില്ല. ഞാൻ പെട്ടെന്ന് വിചാരിക്കുക ബാക്കിയുള്ള ഒരാളുടെ തലയിൽ എങ്ങനെയും കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്നായിരിക്കും ചിലപ്പോൾ. ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു താൽക്കാലിക ആശ്വാസം കിട്ടുന്നല്ലാതെ ഒരിക്കലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതാവുന്നില്ല. നമ്മൾ അതിൽ റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് ഇതിൽ എൻ്റെ റോൾ എന്താണ്, ഇതിലെവിടെയാണ് എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് സ്വയം മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറി റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം, ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചു, എൻ്റെ മോള് വന്ന് അതിനെ തട്ടിയിട്ടു. ഞാനപ്പോൾ പറയാണ്, നീ എന്ത് തട്ടിയിട്ടത്, എനിക്ക് കണ്ണ് കാണുന്നില്ല എന്ന് ചോദിക്കുകയാണ്. ഇത് ചോദിച്ചാൽ അപ്പോൾ ഇത് ചോദിക്കുന്നതിന് പകരം, അവൾ അതിനെ തട്ടിയിട്ടു എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്തിനാണ് അവളുടെ കൈയെത്തുന്ന സ്ഥലത്ത് ആ ബോട്ടിൽ ആ സൈഡ് കൊണ്ടുപോയി ഗ്ലാസ് അവിടെ കൊണ്ടുപോയി വെച്ചത്, അതിലെൻ്റെ മിസ്റ്റേക്ക് ഇല്ലേ? അപ്പോൾ എനിക്ക് പറയാമല്ലോ, ഓക്കെ ഞാൻ അറിയാതെ അത് ആ സൈഡ് വെച്ചു, അതുകൊണ്ടായിരിക്കും അത് അവളെ തട്ടിയതെന്ന് എനിക്ക് പറയാമല്ലോ. അത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇതുപോലെ പല സിറ്റുവേഷനിലും നമ്മൾ പെട്ടെന്ന് നമ്മുടെ തൊട്ടടുത്ത് ആരാണുള്ളത് അവരുടെ തലയിലോട്ട് അത് കെട്ടിവെക്കും. ഇത് നമ്മൾ അറിയാതെ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ അത് കുറച്ചൊന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു കാര്യം, നമ്മൾ ചെയ്ത കാര്യം തെറ്റ് അംഗീകരിച്ചാൽ നമ്മൾ ഒരിക്കലും ചെറുതാവുന്നില്ല. പകരം നമ്മളോട് തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് റെസ്പെക്റ്റ് തോന്നുകയുള്ളൂ. അപ്പോൾ റിയൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ തലയിലോട്ട് കെട്ടിവെക്കുന്നതല്ല, പകരം നമ്മൾ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് നമുക്ക് എങ്ങനെ അതിനെ മാറ്റാമെന്ന്, അടുത്ത പ്രാവശ്യം ഇത് വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ തന്നെ റെസ്പോൺസിബിൾ ആവുക. അതാണ് റിയൽ മെച്യൂരിറ്റി. അല്ലാതെ മറ്റൊരാളുടെ തലയിലിട്ടുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടാൽ അത് താൽക്കാലികം മാത്രമാണ്. അതൊരു ലോങ് റിലേഷൻഷിപ്പിനൊന്നും ഒരിക്കലും നല്ലതല്ല. അപ്പോൾ നമ്മൾ മെച്യൂർഡായി ചിന്തിക്കുക, മറ്റുള്ളവരുടെ തലയിലോട്ടാക്കാതെ നമ്മൾ സ്വയം ചിന്തിക്കുക, നമ്മൾക്ക് എന്താണ് ഇതിൽ പങ്ക്, നമ്മൾക്ക് എങ്ങനെ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന്. അടുത്തതാണ് ഒരു എനർജി ഡ്രെയിനർ ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മുടെ എനർജി ഊറ്റി കൊടുക്കുന്ന ഒരു ടൈപ്പ് ആറ്റിറ്റ്യൂഡ്. ഇതൊരു റിയൽ ടൈം എക്സാമ്പിൾ ഞാൻ പറയാം, എനിക്കുണ്ടായതാണ്. അതായത് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയെന്ന്. ജോലി കിട്ടി 1 hour ട്രെയിനിൽ ട്രാവൽ ചെയ്യണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, 1 hour ട്രാവൽ ചെയ്യാൻ മടിയാവില്ലേന്ന്? എന്തൊരു മടിയാണ് 1 hour ട്രാവൽ ചെയ്യുന്നത്. ഇത് ഇങ്ങനെയൊരു ടോക്കാണ് ഉണ്ടായത്. ഞാൻ ഫോൺ കട്ട് ചെയ്ത ശേഷമാണ് ഞാൻ ആലോചിച്ചത് അവർക്ക് ജോലി കിട്ടി. അപ്പം ഞാനത് കൺഗ്രാറ്റ്സ് പറഞ്ഞ് അതിനെ ആ 1 hour എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാമല്ലോ നിനക്ക്, ആ 1 hour നിനക്ക് ഇത് ചെയ്യാമല്ലോ അത് ചെയ്യാമല്ലോ എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്തിനാണ് ഈ മടിയാവുന്നില്ലെന്ന് ചോദിച്ചത്. അവരുടെ കൂടി എനർജി ഒരുമാതിരി നെഗറ്റീവാക്കിയ ഒരു ടോക്കായിപ്പോയി. എനിക്കതിൽ വല്ലാത്ത കുറ്റബോധം തോന്നി. അത് കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി. അപ്പോൾ അതുപോലെ, അതായത് ചില ആൾക്കാർ പെട്ടെന്ന് നെഗറ്റീവായിട്ട് പറയാം. അത് ചിലപ്പോൾ അവരറിഞ്ഞുകൊണ്ട് പറയുന്നതായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, എന്താ പറയുക, നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ പറയാണ് അങ്ങോട്ട് പോകണ്ട, അത് ഭയങ്കര ഇങ്ങനെയുള്ള സ്ഥലമാണ്. വീട്ടിലുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ അമ്മയോട് പറയാണ് നമുക്ക് നല്ലൊരു പൂച്ചക്കുട്ടിനെ വാങ്ങിക്കാം. അപ്പോൾ അമ്മ പറയാണ് പൂച്ചക്കുട്ടിനെ വേണ്ട. അമ്മ ഒറ്റ അടിക്ക് എന്നോട് നോ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കണം അമ്മ എന്തിനാണ് എന്നോട് നോ പറഞ്ഞ അത്ര പെട്ടെന്ന്, ഭയങ്കരമായിട്ട് നെഗറ്റീവാക്കി. പക്ഷെ നേരെ മറിച്ച് അമ്മ ഇതിനകത്ത് ആലോചിച്ചിട്ടുണ്ടാവും, ഇനി ആ പൂച്ചക്കുട്ടിനെ ഇവള് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഞാനായിരിക്കണം അതിൻ്റെ ഫുൾ ടേക്ക് കെയർ ചെയ്യേണ്ടത്. അത് എല്ലാ കാര്യങ്ങളും, ഭക്ഷണം കൊടുക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ അതിനെ നോക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മയായിരിക്കണം മാനേജ് ചെയ്യുന്നത്.
അപ്പോൾ ഇതൊക്കെ നോക്കേണ്ടത് അമ്മയാവുമ്പോൾ അമ്മ അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നോ പറഞ്ഞു. പക്ഷെ ആ നോ പെട്ടെന്ന് പറയുന്നതിന് പകരം ഓക്കെ നമുക്ക് പൂച്ചനെ വാങ്ങിക്കാം, പക്ഷെ അതിന് ആര് ഫുഡ് കൊടുക്കും, അല്ലെങ്കിൽ അതിനെ ആര് കുളിപ്പിക്കും, അല്ലെങ്കിൽ അതിനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് അവരോട് തന്നെ ചോദിച്ച് അവരെ കൊണ്ട് തന്നെ അതിൽ നിന്ന് മാറ്റാം വേണമെങ്കിൽ. അല്ലാതെ പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കുന്നത് പറയുമ്പോൾ പെട്ടെന്ന് നോ പറയാതെ, അത് ഫാമിലിയിൽ തന്നെ കൂടുതലും നടക്കുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് നോ പറയുന്നതിന് പകരം നമുക്കതിനെ ഒന്ന് വളച്ചൊടിച്ച് കൊണ്ടുപോയി നോയിലേക്ക് എത്തിക്കാൻ വേണമെങ്കിൽ, അപ്പം അത്ര പ്രശ്നം ഉണ്ടാവില്ല. അപ്പം അതുപോലെ എനർജി ഡ്രെയിൻ ആക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ, അത് നല്ലതല്ല, ഇത് നല്ലതല്ല, അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എല്ലാറ്റിലും കയറി നെഗറ്റീവ് പറയുന്നത് നമ്മുടെ എനർജി ഡ്രെയിൻ ആക്കുന്ന ഒരു ടൈപ്പ് ആറ്റിറ്റ്യൂഡാണ്. അപ്പം നിങ്ങളിൽ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റാൻ ശ്രമിക്കുക. പെട്ടെന്ന് കയറി എല്ലാറ്റിനും നെഗറ്റീവായി പറയാതെ. ഫോർ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിളാണ്, നല്ല മഴ പെയ്യുമ്പോൾ പറയും എന്ത് മഴയല്ലേ, ഇപ്പം പുറത്തിറങ്ങിയാൽ ശരിയാവില്ല, നമുക്കൊരു ചായ കുടിക്കാൻ പോവാം, ഇപ്പം ഭയങ്കര കാറ്റല്ലേ, അല്ലെങ്കിൽ എന്താ ഇനിയിപ്പോൾ മഴയില്ല വെയിൽ കണ്ടാലോ, ഈ വെയിലത്താണ്, ഈ പൊരി വെയിലത്ത് എങ്ങനെ പോകും, പുറത്തിറങ്ങും. അങ്ങനെ, അതായത് എന്ത് കാര്യം പറയുമ്പോഴും അതിനെ ഡൗൺ ആക്കുന്ന ചില ആളുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ തൊട്ടടുത്ത ആൾക്കാർക്ക് കൂടി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ റിയൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരാൾ നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അവരോട് നെഗറ്റീവായ ഉത്തരം പറയാതെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന തരത്തിൽ നമ്മുടെ സംസാരത്തെ കൊണ്ടുപോവുക. അടുത്തതാണ് ജലസ് കമ്പാരിറ്റർ. അതായത് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാരിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലൈഫിനെ മറ്റുള്ളവരുടെ ലൈഫുമായി കമ്പയർ ചെയ്യുക. ഇങ്ങനെ കമ്പയർ ചെയ്തത് നമ്മുടെ ലൈഫിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ മാത്രമേ പറ്റുള്ളൂ അതിന്. അതായത് രണ്ട് തരത്തിലുള്ള കമ്പാരിസൺ ഉണ്ട്, ഒന്ന് പോസിറ്റീവായിട്ടും ഒന്ന് നെഗറ്റീവായിട്ടും. അതായത് പോസിറ്റീവായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ അവർ ഇത് അച്ചീവ് ചെയ്തു, ഓക്കെ ഇനി 2 വർഷത്തിനുള്ളിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എനിക്കത് അച്ചീവ് ചെയ്യണം, ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം. അവർ ഒരു കാറ് വാങ്ങിച്ചു, ഓക്കെ അവരിത് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ കാറ് വാങ്ങിച്ചത്, അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം, ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഞാനും അത് അച്ചീവ് ചെയ്യും. അങ്ങനെ, അതായത് ആ ഒരു തരത്തിലുള്ള കമ്പാരിസൺ ആയിരിക്കും, അത് ഗുഡായിരിക്കും. പക്ഷെ നേരെ മറിച്ച് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ, അഹാന കൃഷ്ണ പുതിയ BMW കാറ് വാങ്ങിച്ചു. ഈ കാറ് വാങ്ങിച്ചപ്പോൾ കുറേ ആൾക്കാർ അതിന് നെഗറ്റീവ് കമൻസ് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുകയാണ്, ഈ 1 കോടി എന്ന് പറയുന്നത് അവൾ കട്ടുകൊണ്ടെന്നാണോ? അല്ലല്ലോ, അവൾ ഈ ട്രാവൽ വ്ലോഗ് ചെയ്ത് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് എഫേർട്ട് ഇട്ടിട്ടല്ലേ ഇവർക്ക് വ്യൂ കിട്ടുന്നുള്ളത്. ഞാൻ ഭയങ്കര റെസ്പെക്റ്റോടു കൂടിയാണ് അഹാനയെ നോക്കുക. കാരണം ഞാൻ നോക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രാവൽ വ്ലോഗ് അഹാനയുടെയാണ്. കാരണം അവൾ ഇടയ്ക്കൊക്കെ മെമ്മറീസൊക്കെ കയറ്റി നല്ല രീതിയിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അഹാനയുടെ വ്ലോഗ് കാണാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവാറുണ്ട്. ഏത് സ്ഥലമായാലും, ചെറിയൊരു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചെറിയൊരു സ്ഥലത്ത് പോയാൽ കൂടി അത് വളരെ നല്ല രീതിയിലാണ് അവളതിനെ നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള വ്ളോഗൊക്കെ ചെയ്തിട്ടല്ലേ അവർക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത്. ഈ വരുമാനം കിട്ടുന്നതിന് എങ്ങനെയാണ്, ഈ അസൂയുള്ളതുകൊണ്ട് മാത്രമല്ലേ അതിനെക്കുറിച്ച് ആൾക്കാർ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത്. നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നു, വീണ്ടും ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നമുക്കൊന്നും നടക്കാൻ പോകുന്നില്ല. മെച്യൂരിറ്റി ഉള്ളവർ ചെയ്യേണ്ടത് ബാക്കിയുള്ളവർക്കൊരു ചാൻസ് കിട്ടിയെന്ന് വെച്ച് നമ്മുടെ ചാൻസ് ഒരിക്കലും നഷ്ടമാവുന്നില്ല. അവർക്ക് ചാൻസ് കിട്ടി, അത് നമ്മൾ ജെന്യൂനായി സന്തോഷിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കാൻ എന്താണോ വേണ്ടത് അത് നമ്മളൊരു ഭാഗത്ത് ചെയ്യുക. പിന്നെ അല്ലാതെ നമ്മൾ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടോ നമ്മൾ ജലസ് ആവുന്നതിന് പകരം നമ്മൾക്ക് ഇമ്പ്രൂവ് ആകാനുള്ള മെത്തേഡ് നമ്മൾ തന്നെ നോക്കുക. അടുത്ത ആറ്റിറ്റ്യൂഡ് സൈലൻറ്റ് ജഡ്ജാണ്. അതായത് ചില ആളുകൾ സൈലൻ്റായി നമ്മളോടൊന്നും പറയില്ല, പകരം അവർ തന്നെ ജഡ്ജ് ചെയ്യും ഓരോ കാര്യങ്ങൾ. ഓക്കെ അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, ഇങ്ങനെ ജഡ്ജ് ചെയ്ത് ഉള്ളിൽ ഇങ്ങനെ കൂട്ടി വെക്കും. പിന്നീട് നമ്മളോട് സംസാരിക്കാതെ ആവും. സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, നമ്മളൊന്നും ചെയ്യാതെ തന്നെ അവർ നമ്മളെ ജഡ്ജ് ചെയ്ത് നമ്മുടെ റിലേഷൻഷിപ്പ് കട്ടാക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അതായത് ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന ആൾക്കാർ. പിന്നെ വേറൊരു എക്സാമ്പിളാണ് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ളവരോ അങ്ങനെയുള്ളവരോട് ഞാൻ കാണാൻ പറയാറില്ല ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം അവരൊക്കെ അവരുടേതായ പണിയിൽ തിരക്കിലുള്ളവരായിരിക്കും. അവർക്ക് കാണാൻ ഒരുപാട് വേറെ യൂട്യൂബ് ചാനലുണ്ട്, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ എന്തൊക്കെയോ പണികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരിക്കലും വിചാരിക്കാറില്ല അവരെൻ്റെ പരിപാടി
എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നില്ല എന്ന്. ഞാൻ ചില ഷോർട്സ് ഇട്ടാകുമ്പോൾ അതിനൊന്ന് കമൻറ്റ് ഇട്ടൂടെ എന്ന് ഞാൻ ചിലപ്പോൾ ഒരിക്കൽ ഞാൻ വിചാരിക്കും, എൻ്റെ ഇതിന് കമൻറ്റ് ഇട്ടില്ലല്ലോ അവർ. പക്ഷെ പിന്നെ ഞാൻ വിചാരിക്കും, അവർക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്തിനാണ് എൻ്റെ ഇതിന് കമൻറ്റ് ഇടാൻ നിൽക്കുന്നത്, അവർക്ക് വേറെ അവരുടേതായ പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അവരിൽ നിന്ന് ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്യാറില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെന്നോ അല്ലെങ്കിൽ എൻ്റെ നോക്കണം എന്നൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാറേ ഇല്ല. സൈലൻ്റായി ജഡ്ജ് ചെയ്യാറുണ്ട് ഞാൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ മെസ്സേജ് അയക്കും. ഞാൻ മെസ്സേജ് അയച്ചാൽ എനിക്ക് റിപ്ലൈ കിട്ടുമ്പോൾ ഓക്കെ, ഇങ്ങനെ മാത്രം എനിക്ക് മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നവരോട് ഞാൻ അവരെ ജഡ്ജ് ചെയ്യാറുണ്ട്. ഞാൻ അവരെ സൈലൻ്റായി ഇങ്ങനെ ജഡ്ജ് ചെയ്യും. ഓക്കെ, അവരിങ്ങനെ ഇന്ന് മെസ്സേജ് അയച്ചു, രണ്ടാമത്തെ ദിവസം ഞാൻ മെസ്സേജ് അയച്ചു, അപ്പോൾ ഓക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അതെ, ഞാൻ അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസിനായിക്കോട്ടെ എന്തിനെങ്കിലും കമൻ്റ് ഇട്ടാൽ അവർ ഓക്കെ, ശരി, ഇത്രമാത്രം എനിക്ക് കമൻറ്റ് റിപ്ലൈ തന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ച് വീണ്ടും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ജഡ്ജ് ചെയ്ത് ഞാൻ ഒഴിവായി മാറി നിൽക്കാറുണ്ട്. അല്ലാതെ എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ട് ഒരാൾ എന്നോട് സംസാരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ഞാൻ നെഗറ്റീവായി ജഡ്ജ് ചെയ്യാറില്ല. ജഡ്ജ് ചെയ്ത് മനസ്സിൽ ഇങ്ങനെ വെച്ച് പെരുമാറാറില്ല. അപ്പോൾ റിയൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് സൈലൻ്റായി ജഡ്ജ് ചെയ്യാതെ പോസിറ്റീവായിരിക്കാൻ നോക്കുക. റിയൽ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ സൈലൻ്റായിട്ട് ജഡ്ജ് ചെയ്യുകയെന്ന് വെച്ചാൽ അവരിങ്ങനെ ഓരോ പോയിന്റ്സ് ആയിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. ഇങ്ങനെ കളക്ട് വെച്ച് ലാസ്റ്റ് നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ അവർ വളരെ സമാധാനപ്രിയരായിരിക്കും, പക്ഷെ അവരുടെ അകത്ത് ഒരു ബോംബ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് എപ്പോഴാണോ എക്സ്പ്ലോഡ് ചെയ്യുന്നതല്ല, പക്ഷെ അവർ തുറന്ന് പറയാതെ തന്നെ ടൈം ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് അവരുടെ റിലേഷൻഷിപ്പ് പതുക്കെ അകന്നകന്ന് പോവും. അപ്പോൾ നമുക്ക് അത്ര പ്രിയപ്പെട്ടവരാണെങ്കിൽ, നമുക്ക് അവരുമായിട്ടുള്ള ഒരു ബോണ്ട് കീപ്പ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് തുറന്ന് സംസാരിക്കും. അപ്പോൾ അതവിടെ ഒരു പരിധി വരെ ആ റിലേഷൻഷിപ്പിന് പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകും. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഡീലല്ലെന്നും ഇമോഷണലി കണക്റ്റ് ആവേണ്ടതാണെന്നും മനസ്സിലാക്കുക. അതാണ് റിയൽ മെച്യൂരിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തതാണ് ഗോസിപ്പ് ലവർ. അതായത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാതെ ഒരു ദിവസം പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തരത്തിൽ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ. അതായത് എല്ലാ സമയത്തും ബാക്കിയുള്ളവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറ്റം അല്ലെങ്കിൽ ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാൾ ചിലപ്പോൾ അവിടെ നന്നാന്ന് കാണുമ്പോൾ ഓക്കെ, അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗോസിപ്പ് കാണുന്നത് യൂട്യൂബിലാണ്. ഈ ഗോസിപ്പ് പറയുന്നവരാരും ഡെവലപ്പ് ആവുന്നില്ല എന്നുള്ളതാണ് ഫാക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അനാവശ്യമായിട്ട് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ചകഞ്ഞ് സമയം കളയുക, അതാണ് ഇവരുടെ മെയിൻ ഹോബി. ഇനിയിപ്പം നമ്മൾ തന്നെ ഇങ്ങനെ ഗോസിപ്പ് പറയുന്ന ക്യാരക്ടർ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളറിയാതെ ആരെങ്കിലും കുറിച്ച് നമ്മൾ പറയുന്നുണ്ടാവാം, അവരെങ്ങനെയാണ്, അവരിങ്ങനെയാണെന്ന്. അപ്പോൾ റിയൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ഗോസിപ്പ് പറഞ്ഞ് സ്വയം തളരുന്നതല്ല, പകരം എനർജറ്റിക് ആയിട്ടുള്ള ഐഡിയാസോ അല്ലെങ്കിൽ ഡ്രീംസോ അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റ്സ്, പുതിയ ന്യൂസ് ആവട്ടെ, പുതിയ ടെക്നോളജിയെ കുറിച്ചാവട്ടെ, അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ, ചുറ്റുപാടുള്ളവർക്ക് വളരാൻ സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതാണെങ്കിലാണ് റിയൽ മെച്യൂരിറ്റി എന്നാണ് ഞാൻ കാണുന്നത്. ഇത് അടുത്ത ആറ്റിറ്റ്യൂഡാണ് ഈഗോ വാൾ. അതായത് ഈഗോ ഉള്ള ആൾക്കാർ, ഈ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, രണ്ട് ആൾക്കാർ തമ്മിൽ ഫൈറ്റ് നടന്നാൽ ഒരാൾ വിചാരിക്കും അവരാദ്യം മിണ്ടട്ടെ, മറ്റാൾ വിചാരിക്കും അവരാദ്യം മിണ്ടട്ടെ എന്ന്. ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ആയിക്കഴിഞ്ഞാൽ പതുക്കെ ഈ റിലേഷൻഷിപ്പ് ബ്രിഡ്ജ് ഉണ്ടാകുന്നതിന് പകരം ബ്രേക്കായി ലോങ് ആയി പോകും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ടീം മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഒരാൾ എന്തോ പറഞ്ഞത് കുറച്ച് ഹാർഷായിട്ട് പറഞ്ഞെന്ന് വിചാരിച്ച് മറ്റാൾ അടുത്ത പ്രാവശ്യം കോഫിക്ക് പോകുമ്പോൾ ഇവരെ വിളിക്കാതിരിക്കുക. പിന്നെ അത് പതുക്കെ ലോങ് ആയി മാറുന്നൊരവസ്ഥ. അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിൽ ഫൈറ്റ് നടന്നു, അവൾ ആദ്യം വിളിക്കട്ടെ, ഞാൻ ആദ്യം വിളിക്കുന്നില്ല, ഇങ്ങനെ വിചാരിച്ച് നിൽക്കുക. ഇങ്ങനെ നിന്നാൽ ലോങ് ആയി മാറും. ഇനി നേരെ മറിച്ച് ക്ലോസ് ആയിട്ടുള്ള ഈ ബോണ്ട് കീപ്പ് ചെയ്യേണ്ട ഒരാളാണെന്ന് വെച്ചോ, ഇപ്പോൾ ഒരു പാർട്ട്നേഴ്സ് തമ്മിലാണെന്ന് വെച്ചോ, ഒരു ഫൈറ്റ് നടന്നാൽ അവിടെ ഈഗോ വെച്ച് നിൽക്കാതെ, ഈ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കാതെ, എന്താ പറയുക, നമ്മൾ തന്നെ പോയി റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ റിയൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ക്ലോസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈഗോ വർക്ക് ചെയ്യിപ്പിക്കാതെ തമ്മിൽ സംസാരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ചില വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡുകൾ.
അപ്പോൾ ഇത് നമ്മുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ചില ആറ്റിറ്റ്യൂഡുകളാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നതിനിടയിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആൾക്കാരുടെ മുഖങ്ങൾ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ സ്വയം വിലയിരുത്തുക. ശരിക്കും നമുക്ക് വളരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക, ഇതിലേതെങ്കിലും ക്യാരക്ടർ എനിക്കുണ്ടോ, ഈ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഹേർട്ടായിട്ടുണ്ടോ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് പ്രഷർ തരുന്നവരല്ല, പകരം നമ്മളെ സമാധാനത്തിലൂടെ കൊണ്ടുപോകുന്നവരാണ് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ. അതുപോലെ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നവരല്ല, നമ്മളെ കേൾക്കുന്നവരാണ് നമ്മുടെ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഭയങ്കരമായി പഞ്ചാര വർത്താനം പറയുന്നവരല്ല, പകരം നമ്മളോട് സത്യം പറയുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് നമ്മൾ തിരിച്ചറിയുക. പിന്നെ നമ്മൾ മറ്റുള്ളവരെ തിരുത്താൻ നോക്കാതെ നമ്മൾ സ്വയം മാറാൻ നോക്കുക. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ട്വിസ്റ്റ് ഇൻ ലൈഫ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഹെൽപ്ഫുള്ളായി കാണുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.